4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഇന്നലെ കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തിയത്. എന്നാൽ 2 സംഘങ്ങൾ മാത്രമേ ഇന്ന് വെളുപ്പിന് മടങ്ങി വന്നിട്ടുള്ളൂ. 3 മണിയോ വരെ അവർ തെരഞ്ഞു. കാട്ടിനുള്ളിലെ സാഹചര്യം അറിയാം. വെളിച്ചക്കുറവുണ്ടാകും. അതുപോലെ കാട്ടാനകളും അങ്ങനെയുള്ള വന്യമൃഗങ്ങളും ഒക്കെ തന്നെ ശല്യമുണ്ടാകും. അപ്പോൾ അവരുടെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് 2 സംഘം തിരിച്ചു വന്നിട്ടില്ല. വനം വകുപ്പ് ഇവരെ കാണാതായതിനു ശേഷം വളരെ സജീവമായി ഈ തെരച്ചിലിൽ ചേർന്നിട്ടുണ്ട്. എബിൻ ജോസ് വീണ്ടും ചേരുന്നു. എബിൻ, യഥാർത്ഥത്തിൽ ഇത്രയും വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് കാട്ടിൽ ഇവർക്ക് തിരയുക എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഉപയോഗിച്ചാലും തെർമൽ ക്യാമറ ഉപയോഗിച്ചാലും ഒക്കെ തന്നെ വെല്ലുവിളികൾ കാട്ടിൽ അനവധിയാണ്. പക്ഷേ കാട്ടിൽ പരിചയമുള്ള ഫോറസ്റ്റ് ഓഫീഷ്യൽസ് എങ്ങനെയാണ് തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്? കുട്ടമ്പുഴയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് അവർ തിരയുന്നുണ്ട്. കാര്യം അവർ വഴിതെറ്റി കാട്ടിനുള്ളിലേക്ക് കൂടുതൽ കയറി പോകാൻ സാധ്യതയുണ്ടെന്നാണോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സംശയിക്കുന്നത്? എസ് കെ ഇപ്പോൾ 4 സംഘങ്ങളായി തിരിഞ്ഞുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അട്ടിക്കളം എന്ന് പറയുന്ന വനത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വഴിയാണ്. ആ വഴിയിൽ നിന്നാണ് ഈ ദൗത്യ സംഘങ്ങൾ ഉള്ളിലേക്ക് കയറിയത്. അതിനുശേഷം കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് നാട്ടുകാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും പരിശോധന നടത്തും. അവർക്ക് സഹായമായി അഗ്നിരക്ഷാ സേനയും അതുപോലെ തന്നെ പോലീസുമുണ്ട്. ആ രീതിയിലാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംവിധാനങ്ങളും ഫോറസ്റ്റിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. തെർമൽ ക്യാമറ അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനവും ഉപയോഗിക്കും. ഇതോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവയ്ക്കുന്നത്. സാധാരണ ഇന്നലെ രാത്രിയിലത്തെ സാഹചര്യമല്ല, ഇപ്പോൾ വെളിച്ചം വീണ് കഴിഞ്ഞപ്പോൾ കുറേ കൂടി വിപുലമായി സെർച്ചിങ് നടത്താനുള്ള സാഹചര്യമുണ്ട്. പിന്നെ കാട്ടാനയുടെ ശല്യം, ഈ വെളിച്ചം ആവുമ്പോൾ ആനകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. ഇവർ പോകുന്ന വഴിയിൽ ഉണ്ടാവില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഉൾക്കാടുകളിലേക്ക് കയറി പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം. പിന്നീട് ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം അവർ അധികം ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും ദിശ മാറി വഴിതെറ്റിപ്പോയവരാണ്. ആനയുടെ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ, ആനയുടെ സാമീപ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ അധികം ദൂരേക്ക് പോവില്ല. എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് ഉണ്ടാകും. അവരെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ദൗത്യസംഘത്തിൻ്റെ ശ്രമകരമായ കാര്യം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രായമായ ഒരു സ്ത്രീയുണ്ട്. 3 സ്ത്രീകളാണ്. സ്വാഭാവികമായും അവശരായി കാണും. ഇന്നലെ രാത്രി മുഴുവൻ ഒരുപക്ഷെ ഉറക്കളച്ചിരുന്നവരായിരിക്കാം. ആ സാഹചര്യങ്ങളെല്ലാം മറികടന്ന് വേണം ഈ ദൗത്യസംഘത്തിന് ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. വനപാലകരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും ഈ പരിശോധന നടക്കുന്നത്. കാരണം അവർക്കാണ് ഈ കാടിൻ്റെ ഏതെല്ലാം വശങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാൻ പറ്റുള്ളൂ. സാർ ഏതെങ്കിലും ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡ്രോൺ പറഞ്ഞാൽ ഇപ്പോൾ വെച്ചാൽ മഞ്ഞ് കൂടുതലുണ്ട്, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. ഡ്രോൺ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും 5 മിനിറ്റ് അല്ല 5-10 മിനിറ്റ്. മഞ്ഞുള്ളതുകൊണ്ട് വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഈ ഡ്രോൺ പരത്തി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതെല്ലാം കിട്ടുമോ? സർവൈലൻസിലാണ്. നമ്മൾ ചെക്ക് ഡാമുകൾ നോക്കുന്നുണ്ട്, പാറക്കൂട്ടങ്ങൾ നോക്കുന്നുണ്ട്, പിന്നെ വാട്ടർഫോൾസ് നോക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി പുറത്തുനിന്ന് മഞ്ഞിൻ്റെ ഒരു ഇപ്പം നമുക്കൊന്നും ഡ്രോൺ പരിശോധന നടത്താനെത്തിയ ആളുകളായിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോൾ ഡ്രോൺ പറത്തി കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞിൻ്റെ പ്രദേശം കാടുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റെ ഒരു സാമീപ്യം, ഇപ്പോൾ നേരം പുലർന്ന് സൂര്യൻ ഉദിച്ച് വെയിൽ നന്നായി വന്നാൽ മാത്രമാണ് ഈ മഞ്ഞ് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ് മാറിയാലാണ് ഇനിയുള്ള ഡ്രോൺ പരിശോധന നടത്തുള്ളൂ. ഇപ്പോൾ അവർ പരിശോധന നടത്തിയപ്പോൾ കാര്യമായി വിസിബിലിറ്റി ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. എസ് കെ എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടമ്പുഴയിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാടിൻ്റെ വന്യത നമുക്കറിയാം. മാത്രമല്ല സൂര്യ വെളിച്ചം ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ തിരയുന്നതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാട്ടുമൃഗങ്ങൾ തന്നെയായിരിക്കും. കാട്ടാനകളൊക്കെ തന്നെ സഞ്ചരിക്കുന്ന വഴികളിലൂടെ തന്നെയാണ് ഈ തെരച്ചിലും നടത്തേണ്ടത്. കാണാതായ മായയുമായി ഭർത്താവ് 4 മണി വരെ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. ബാറ്ററി തീരും, മൊബൈൽ ഫോൺ ചിലപ്പോൾ ഓഫായി പോകുമെന്ന് മായ ഭർത്താവിനോട് പറഞ്ഞു. അതിനുശേഷം മൊബൈൽ അവരെ കിട്ടുന്നില്ല. ഈ വനത്തെക്കുറിച്ചും വനത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാവുന്നതിനകത്തെ പാറക്കുട്ടി കുഞ്ഞുമോനാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ സ്ഥലം മാറിപ്പോയതാകാം. എന്തായാലും ഈ വനംവകുപ്പ് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. ഉള്ളിലേക്ക് കടന്ന് തന്നെയാണ് തിരയുന്നത്. 4 സംഘമായിട്ടാണ് ഇപ്പോൾ കുട്ടമ്പുഴ വനഭാഗത്ത് തിരയുന്നത്. ഡ്രോൺ ഉപയോഗിച്ചും തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന. തെർമൽ ക്യാമറ ഇന്നലെ തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 4 സംഘങ്ങൾ തെരഞ്ഞുപോയി. 2 സംഘങ്ങൾ മടങ്ങി വന്നു. 2 സംഘങ്ങൾ കാട്ടിനുള്ളിൽ തന്നെ കഴിയാണ്. വെളുപ്പിന് 3 മണിവരെ ഈ തെരച്ചിൽ നീണ്ടുപോയി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു കാണാതായ പശുവിനെ തിരഞ്ഞാണ് ഇവർ വനത്തിനുള്ളിലേക്ക് പോയത്. പക്ഷേ ഒരാൾക്ക് മാത്രമേ ഈ വനത്തെക്കുറിച്ച് പിടിപാടുള്ളൂ.
മറ്റുള്ളവർക്ക് കാട്ടുവഴികളും അതുപോലെ തന്നെ കാട്ടുചോലകൾ ഒഴുകുന്ന വഴികളും വന്യതയും ഒന്നും അത്ര കാര്യമായിട്ട് അറിയില്ല. എന്നാലും ഒരാൾക്ക് പാറക്കുട്ടി കുഞ്ഞുമോന് ഈ വനത്തെക്കുറിച്ച് ഏകദേശം ധാരണയുള്ള സ്ത്രീ തന്നെയാണ്. എന്നിരുന്നാലും ഈ വെളിച്ചം വളരെ കുറവുള്ള കാട്ടിനുള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാട്ടിനുള്ളിലേക്കാണോ സഞ്ചരിക്കുന്നത്, പുറത്തേക്കാണോ സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്ന് വരും. അതുകൊണ്ട് അവർ വഴിതെറ്റി എങ്ങോട്ടോ യാത്ര ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോ ഈ കാട്ടുമൃഗങ്ങളെ ഭയന്ന് ഇവർ ഏതെങ്കിലും ഒരു സേഫായിട്ടൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്.